ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പൊ ലാസ്റ്റ് വീക്ക് എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഭയങ്കര ബിസി വീക്ക് ആയിരുന്നു. അതാണ് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ എൻട്രി മേക്ക് ഓവർ വീഡിയോ ആണ്. ഈ ഒരു പുതിയ ഫ്ലാറ്റില് നമുക്ക് നല്ലൊരു വലിപ്പമുള്ള ഒരു എൻട്രി വേ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഈ എൻട്രൻസ് അല്ലെ എൻട്രി വേ മേക്ക് ഓവർ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഭയങ്കര ലെന്തി ആയിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഈ എൻട്രൻസ് ഹോൾവേയും കൂടെ ചേർന്നിട്ടാണ്, നമ്മുടെ 2 ബെഡ്റൂംസിലോട്ടുള്ള ഹോൾവേയും എൻട്രൻസും കൂടെ ചേർന്നാണ് നമ്മുടെ ഈ ഒരു എൻട്രി വേ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആ ഒരു ഹോൾവേ ഏരിയ പാർട്ട് 2 ആയിട്ട് ഇടാം. ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഇയർ എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇപ്പത്തെ എൻട്രി വേയുടെ ലുക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലെ എൻട്രി വേയുടെ ലുക്കും ഒക്കെ നല്ല വ്യത്യാസമായി കേട്ടോ. ഇവൻ പെയിന്റിങ് തന്നെ വ്യത്യാസമായി, ചേഞ്ചസ് വരുത്തിയതൊക്കെ ഞാൻ വേറെ വീഡിയോയിലായിട്ട് ഇടാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം എങ്ങനെയാണ് ഇത് മേക്ക് ഓവർ ചെയ്തു എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്നറിയാം. അവർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പൊട്ട് താമസിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ്. നിങ്ങൾക്ക് കാണാം, ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു എൻട്രി വേ തന്നെയാണ്. ഈ ഡോറിന്റെ ബാക്കിലെല്ലാം മോന്റെ കലാവിരുതാണ് കേട്ടോ. എല്ലാ ഡോറിന്റെ ബാക്കിലും ഉണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ചു വെച്ചേക്കുകയൊക്കെയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. പിന്നെ ഞാൻ MD ഹൗസ് ടൂർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക, അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു എൻട്രി വേ. ബ്ലാങ്ക് ആയിട്ടുള്ള വോൾസ് ഉണ്ട്. നമുക്ക് കുറച്ച് വോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഞങ്ങളുടെ ഒരു ലോണ്ടറി കം സ്റ്റോർ റൂമാണ്. മറ്റേത് കിച്ചണുമാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഷൂ റാക്കൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് DIY ചെയ്തതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പണ്ടിട്ടിട്ടുണ്ട്. ഇത് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, പെയിന്റ് ഒക്കെ ചിപ്പായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഫ്ലാറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത സമയത്തൊക്കെ വണ്ടിയിൽ നിന്ന് എടുക്കുകയും ഇവിടെ കൊണ്ടുവെക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ആ ഒരു ട്രാൻസ്ഫർ പ്രോസസ്സിലെല്ലാം പെയിന്റും കാര്യങ്ങളൊക്കെ ചിപ്പായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡോറും ഒന്ന് പോയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറെ വട്ടം അത് ഫിക്സ് ചെയ്യും, പിന്നെയും അത് പോവും, പിന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്യും. ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ടല്ല കിടക്കുന്നത്, നിങ്ങൾക്ക് കാണാം. അപ്പൊ ഞങ്ങൾ പുതിയൊരു ഷൂ റാക്ക് ഇൻവെസ്റ്റ് ചെയ്തു കേട്ടോ. പുതിയൊരു ഷൂ റാക്ക് മേടിച്ചു. പിന്നെ മോന്റെ സൈക്കിളും കാര്യങ്ങളും ഒക്കെ, പിന്നെ വൈഫൈയുടെ കേബിളൊക്കെയാണ്, അത് എല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. അതൊക്കെ ഇവിടുന്ന് മാറ്റണം. പിന്നെ ഇതാണ് ഹോൾവേ. ഹോൾവേ നിങ്ങൾക്ക് MD ടൂറിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ റൂമിലോട്ട് പോകുന്ന ഹോൾവേ ആണ്. അപ്പൊ ഈ ഒരു ഹോൾവേ ആണ് ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാം. ഇത് ഞങ്ങൾ നേരത്തെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന അതേ സെയിം ഗാലറി വോള് നമ്മുടെ പുതിയ ഫ്ലാറ്റിൽ വന്നപ്പം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തതുപോലെ എന്ന് പറയാം. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്കൊരു 3 ചെറിയ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ലൈറ്റ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഫുൾ ഒരു യെല്ലോ കളർ വോൾ പെയിന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഫ്ലാറ്റിൽ. അപ്പൊ ഞങ്ങൾ അത് വൈറ്റ് ആക്കാൻ പ്ലാൻ ഉണ്ട്. പിന്നെ അത് അങ്ങോട്ട് നമ്മുടെ ഹോളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് MD ടൂറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഷൂറാക്കിന് ഈ സൈഡിലുള്ള ഈ ഒരു വോള് ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, വൈറ്റ് പെയിന്റ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ഇൻ ഫ്യൂച്ചർ അവിടെ എന്തെങ്കിലും ഒരു മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് വോളിൽ മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു വോള് ഞാൻ ഇപ്പൊ MD ആയിട്ടാണ് ഇടുന്നത്. ഇൻ ഫ്യൂച്ചർ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എൻട്രി വേയുടെ ഒരു ലുക്ക്. ഇനിയിപ്പോ നമുക്ക് മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഈ ഡോറിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മോന്റെ ക്രാഫ്റ്റും കാര്യങ്ങളും എല്ലാം മാറ്റുവാണ് കേട്ടോ. അതിൽ കുറച്ച് ഗ്ലൂ ഒക്കെ നമ്മുടെ ഡോറിലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ സാൻഡ് പേപ്പർ ഒക്കെ വെച്ച് സാൻഡ് ചെയ്ത് ഡോറിനെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. കാരണം നമ്മൾ ഡോറ് പെയിന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡോറിലെ ഗ്ലൂവും കാര്യങ്ങളൊക്കെ സാൻഡ് ചെയ്ത് ഡോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റിങ് തുടങ്ങാം. അപ്പൊ പെയിന്റ് കളർ ഏതാണെന്ന് നിങ്ങൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബ്ലാക്ക് പെയിന്റ് ആണ് കേട്ടോ. പക്ഷെ ഇപ്പം കറന്റ്ലി എന്റെ ഡോറൊന്നും ബ്ലാക്ക് കളർ അല്ല, അത് വേറൊരു കളറാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു അവസരത്തിൽ ഞാൻ വീഡിയോ ഇടാം. ഫസ്റ്റ് ഞാൻ ഈ മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ്. നമ്മുടെ എൻട്രൻസിൽ 3 ഡോർ ഉണ്ട്. ഒന്ന് ലോണ്ടറി റൂം, ഒന്ന് ഈ മെയിൻ എൻട്രൻസിന്റെ ഡോറ്, പിന്നെ കിച്ചൺ ഡോർ. ഇത് 3 ഞാൻ ബ്ലാക്ക് പെയിന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ പെയിന്റ് ചെയ്യാണ്. അപ്പൊ ഇതൊന്നും തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല. പെയിന്റിംഗ് ഒക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഞാൻ ഇതിന്റെ ലാസ്റ്റ് പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല.
അപ്പൊ 1 കോട്ട് പെയിന്റിങ് ചെയ്തു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വോൾ മോൾഡിങ് ചെയ്തതിന്റെ ആ മോൾഡിങ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ ഞങ്ങള് മെയിൻ എൻട്രൻസ് ഡോറിൽ ആ ബാക്കി വന്ന മോൾഡിങ് വേസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ജസ്റ്റ് ചുപ്പ ഒരു മോൾഡിങ് കൊടുത്തു കേട്ടോ. അപ്പൊ വോൾ മോൾഡിങ്ങിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡോറിലും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഉണ്ടായിരുന്ന ബാക്കി പീസസ് വെച്ചിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു ഡിസൈൻ ആക്കി എടുത്തു. ഇനി ഞങ്ങൾ സെക്കൻഡ് കോട്ടിങ് ചെയ്യുകയാണ്. അപ്പൊ ഡോർ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോ വോൾസ് ആയിട്ട് വൈറ്റ് പെയിന്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ ഒരു ഓഫ് വൈറ്റ് യെല്ലോയിഷ് കളറാണ് നമ്മുടെ ബിൽഡിംഗുകാർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതിനെ വൈറ്റ് ആക്കി എടുക്കുകയാണ്. ഡ്യൂലക്സിന്റെ ബേസിക് വൈറ്റ് കളറാണ് ഞങ്ങൾ പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ വോൾ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ എൻട്രി വേയുടെ സെൻട്രലായിട്ട് ഞങ്ങളൊരു പെൻഡന്റ് ലൈറ്റ് ഇടാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഞങ്ങള് പല ഷോപ്പിൽ ഞങ്ങള് നോക്കി കേട്ടോ. എനിക്ക് നല്ല മൂക്കടപ്പുണ്ട് കേട്ടോ. അതാണ് സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞങ്ങൾ പല ഷോപ്പിൽ നോക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റിനടങ്ങിയ നമ്മുടെ ആ ഒരു സ്റ്റൈലിന് ചേരുന്ന ഒരു ബ്ലാക്ക് കളറായിരുന്നു എനിക്ക് മനസ്സിൽ. അപ്പം അതിന് ഒത്തിണങ്ങിയ ഒരെണ്ണം ഞങ്ങൾക്ക് ഐക്യെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പെൻഡന്റ് ലൈറ്റ്. അപ്പൊ ഇത് നമ്മൾ വീട്ടിൽ വന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ സീലിംഗിൽ ഫിക്സ് ചെയ്ത് തന്നത് നമ്മുടെ ബിൽഡിംഗിലെ സെക്യൂരിറ്റി ചേട്ടനാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പെൻഡന്റ് ലൈറ്റ്. ഇനി ഞങ്ങള് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു മിറർ മാറ്റി കുറച്ചുകൂടെ വലിയ വേറൊരു മിറർ ആഡ് ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ പുതിയൊരു ഷൂ റാക്ക് മേടിച്ചു കേട്ടോ. കാരണം പഴയ ഷൂ റാക്ക് ഒരുപാട് പഴയതാണത്. പിന്നെ അതിന്റെ ഡോറൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഫിക്സ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു പുതിയ ഷൂ റാക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള വോളാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ ഒരു ക്ലിപ്പ് എന്റെ ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പൊ ഞാൻ കറന്റ് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അന്നും ഇതുപോലെ തന്നെയായിരുന്നു, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മിറർ ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ തന്നെ DIY ചെയ്ത മിററാണ്. ഒരു ഫ്ലോർ ലെന്ത് മിററാണ്. അപ്പൊ ഈ മിറർ ഞങ്ങൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡില് കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് മേടിച്ച ഒരു ജിറാഫിന്റെ സെറ്റും ഒക്കെ ആയിട്ടാണ് ഇവിടെ ഞങ്ങൾ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ മേക്ക് ഓവർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കുറച്ച് ഡെക്കോർ പീസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ മേക്ക് ഓവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്താ പറയാ, ഭയങ്കര ബ്രൈറ്റ് ആൻഡ് എയറി ആയി. നേരത്തെ ആ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒരു ഗ്ലൂമി ലുക്കായിരുന്നു. നാച്ചുറൽ സൺലൈറ്റ് ഒന്നും ഇവിടെ കിട്ടത്തില്ല, കാരണം വിൻഡോ ഒന്നുമില്ല. വൈറ്റ് പെയിന്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ബ്രൈറ്റ് ആയി കേട്ടോ. നിങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് ഈ മേക്ക് ഓവർ കണ്ടു കഴിയും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു 3 വീക്സ് എടുത്തു കേട്ടോ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം ഓരോ വോളും വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് സമയമെടുത്ത് ചെയ്തതാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ എൻട്രി വേ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 കഴിഞ്ഞിട്ടുള്ളൂ. പാർട്ട് 2 ഉടനെ തന്നെ വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.